ഹർഷന്റെ സാക്ഷി. അവൻ എന്നെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന്. ആര്? അമലോ? അരുൺ ഞെട്ടിപ്പോയി. അവൻ മുഷ്ടി ചുരുട്ടി. എന്നിട്ട് അവനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ശപിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയൊരു വാഗ്ദാനം തന്നെ നടന്നപ്പോൾ അവന്റെ വായിൽ നിന്ന് അറിയാതെ വീണു. എന്നെ ഹർഷനെയും വേർപിരിക്കാനായി മനഃപൂർവ്വം തന്നെയാണ് താമര എന്ന പെൺകുട്ടിയെ ഉപയോഗിച്ച് എന്നെയും ഹർഷനെയും വേർപിരിച്ചതെന്ന്. എന്നാൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ ഹർഷൻ എന്നെ വിവാഹം കഴിച്ചു. അതവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിരുന്നു. അമൽ അടങ്ങി. അതോടെ അവനൊരു അവസരത്തിനായി കാത്തിരുന്നു. അപ്പോഴാണ് അവർ തമ്മിൽ ഒന്നിച്ചത്. എന്റെ അച്ഛനും അമലും. ശത്രുവിന്റെ ശത്രുമിത്രം. പിന്നീട് അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്താണ് നമ്മൾ കണ്ടതൊക്കെ. സാക്ഷി തേങ്ങളോട് പറഞ്ഞു. ഹോ മൈ ഗോഡ്! അരുൺ അത് കേട്ട് ഞെട്ടി. അതെന്തിനാ അവർ തമ്മിൽ ഒന്നിക്കണം? അരുൺ ചോദിച്ചു. സാക്ഷി മുഖം കുനിച്ചു പോയി. തന്റെ അച്ഛനെ കുറിച്ചുള്ള വാസ്തവങ്ങൾ പറയാൻ അവളുടെ അഭിമാനം അവളെ അനുവദിച്ചില്ല. എല്ലാം ഇന്ദു ചേച്ചി അറിയിച്ചത് തന്നെ എത്ര നാണക്കേട് കൊണ്ടാണ്. ഇനി ഒരാളുടെ മുന്നിൽ അത് തുറന്നു പറയണമെങ്കിൽ ഹർഷൻ മുന്നിൽ താൻ അത് പറയൂ. അവളെ വിഷമത്തോടുള്ള നിൽപ്പ് കണ്ട് അരുൺ പറഞ്ഞു. ഓക്കെ, കൂൾ, വിഷമിക്കേണ്ട സാക്ഷി, എനിക്ക് ഊഹിക്കാം. മകൾ തന്റെ തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കി വെച്ചതിൽ ഉള്ള അമർഷമാകണം കാരണമെന്ന് അരുൺ ഊഹിച്ചു. ശരി, എന്നിട്ട്? അവൻ അടുത്തായി അവളെ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയോട് ചോദിച്ചു. എന്നാൽ സാക്ഷിയുടെ പുന്നിലേക്ക് നടന്നു വരുന്ന രൂപം കണ്ട് അരുൺ ഒരു നിമിഷം ഞെട്ടി. ഹർഷൻ! അരുൺ എന്താ ഇവിടെ ഈ പാതിരാത്രിയിൽ? ഹർഷന്റെ ശബ്ദം മുഴങ്ങി കേട്ട പാതി സാക്ഷി ഞെട്ടിത്തിരിഞ്ഞു. ഈ രാത്രി 1 മണിക്ക് അരുൺ എന്താ എന്റെ ഭാര്യയുമായി സംസാരിക്കാനുള്ളത്? ഹർഷൻ കടിച്ചു പിടിച്ച് ചോദിച്ചു. അവന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അരുൺ ഒരു നിമിഷം നിശബ്ദനായി. എന്നാൽ ഹർഷന്റെ വായിൽ നിന്ന് വീണ എന്റെ ഭാര്യ എന്ന വാക്കിൽ തളർന്നുപോയി സാക്ഷിയുടെ മനം. ഹർഷ! സാക്ഷി എന്നോട് അരുൺ സാക്ഷിക്ക് വേണ്ടി വാദിക്കാൻ ശ്രമിച്ചു. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവളുടെ ജീവൻ തിരികെ കിട്ടിയാലോ എന്ന് അരുൺ ഓർത്തുപോയി. ഹർഷ സാക്ഷിയെ പുച്ഛത്തോടെ നോക്കി. അവൾക്ക് ഭർത്താവിനോട് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ മറ്റാണുങ്ങളോട് പറഞ്ഞു നടക്കാൻ കുഴപ്പമില്ല. അല്ല, ഇവൾക്ക് അങ്ങനെയൊക്കെ ആവും ശീലം. എന്തു തന്നെ ആയാലും ഈ പാതിരാത്രി 1 മണിക്ക് അരുൺ എന്റെ ഭാര്യയെ സമാധാനിപ്പിക്കേണ്ട ആവശ്യമില്ല, ഹർഷൻ പറഞ്ഞു. എന്നാൽ അവന്റെ വാക്കുകൾ അരുണിന്റെ അഭിമാനം ചോദ്യം ചെയ്തു. നീ നിന്റെ ഭാര്യയെ ഇറക്കി വിട്ടാൽ പിന്നീട് മറ്റാണുങ്ങൾ നോക്കിയാൽ പറഞ്ഞാലും നിനക്കെന്താ? അരുൺ രോക്ഷത്തോട് ചോദിച്ചു. ഹർഷൻ കോപത്തോടെ അരുണിന് നേരെ ആഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അയ്യോ വേണ്ട ഹർഷ! സാക്ഷി കരഞ്ഞുകൊണ്ട് ഹർഷനെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. അവന്റെ ആ വലിയ ശരീരം അവൾക്ക് തടഞ്ഞു നിർത്താനുള്ള ആരോഗ്യം ഒട്ടുമില്ലായിരുന്നുവെങ്കിലും ഹർഷൻ അവളിനെ തടഞ്ഞ പാടെ നിന്നു. അവന് ശരിക്കും അരുണിനോട് ദേഷ്യമോ സംശയമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ സാക്ഷിയെ എങ്ങനെയൊക്കെ അപമാനിക്കാമോ അത്ര അപമാനിക്കണമെന്ന് അവന് നിർബന്ധമായിരുന്നു. തന്നെ ഈ ലോകത്തിന് മുൻ അവമാനിച്ച അവളോട് അത്രയും പ്രതികാരമെങ്കിലും ചെയ്യണ്ടേ? താനിനി എന്തു പറഞ്ഞാലും ഹർഷൻ വിലവെക്കില്ല എന്ന് മനസ്സിലായ അരുൺ ഒരു നിമിഷം കിതച്ചു. പിന്നെ തൽക്കാലികമായി അവന് തോന്നിയ ഒരു ഉപായം പ്രയോഗിക്കാൻ അരുൺ തീരുമാനിച്ചു. വെറുതെ അല്ലല്ലോ താൻ ഡോക്ടറാകാൻ പഠിച്ച് പാസ്സായി നിൽക്കുന്നത്. വെറുതെ അല്ലല്ലോ താൻ IAS എടുക്കാൻ പഠിക്കുന്നത്. അവൻ ഈ കോൺഫറൻസിൽ ഹർഷന് വെല്ലുവിളിച്ചു. നിന്റെ ഭാര്യയെ നിനക്കടക്കിയിരുത്താൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ളവരെ നീ എന്തിനും വെക്കിട്ട് കയറണം. നീ കൊണ്ടുപോയി മര്യാദ പഠിപ്പിക്ക്. നിന്നെ കൊണ്ട് കഴിയാണ്ടല്ലേ അവൾ ഈ പാതിരാത്രി അനാഥപ്രദം പോലെ നടക്കുന്നത്? ഹർഷന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടു. അവൻ സാക്ഷിയുടെ കൈ അമർത്തി പിടിച്ചു. അവൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാതെ ഭയം നിൽക്കുകയായിരുന്നു. ഇവർ ഇരുവരും എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ പറയുന്നത്? വാടി ഇവിടെ! ഹർഷൻ അവളെ വലിച്ച് അവന്റെ മുറിയിൽ കൊണ്ടുപോയി വാതിൽ വലിച്ചടച്ചു. അരുൺ ഊറിയ ചിരിയോടെ വെള്ളമെടുക്കാൻ താഴേക്കിറങ്ങി. സാക്ഷിയെ റൂമിനകത്ത് വലിച്ചിട്ടുകൊണ്ട് ഹർഷൻ വാതിൽ ലോക്കിട്ടു. അവളുടെ നേരെ അവൻ കൈ ചൂണ്ടി അവളുടെ മൂക്കിൻ തുമ്പിൽ തൊട്ടില്ല എന്ന മട്ടിൽ. എന്നെ അപമാനിച്ച് നിനക്ക് മതിയായില്ലേ? എന്നെ ഇനി കാണണ്ട എന്ന് പറഞ്ഞു പോയവളല്ലേ നീ? നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോടി തിരിച്ചു വലിഞ്ഞു കയറി വരാൻ? നിന്നെപ്പോലെ ഒരുത്തിയെ സ്നേഹിച്ചു പോയതിൽ ഞാൻ ഇന്ന് ഒരുപാട് ഖേദിക്കുന്നു. ഹർഷൻ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് അവളെ തുറച്ചു നോക്കി. ഹർഷ, ഞാൻ ഹർഷനെ വിഷമിപ്പിക്കണം വേദനിപ്പിക്കണമെന്ന് കരുതിയല്ല. എനിക്ക് എവിടെ പോകണമെന്ന് അറിയാതെ ഞാൻ ടെറസിൽ പോയി നിന്നുപോയതാ. അരുൺ ചേട്ടനെ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ട് എന്തുണ്ടായെന്നറിയാൻ വേണ്ടി വന്നതാ. സാക്ഷി വെപ്രാളത്തോടെ പറഞ്ഞു. താൻ കാരണം അരുൺ ചേട്ടന്റെ സ്വഭാവം കൂടെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് അവൾക്ക് തോന്നി. അവൻ അവളെ ദഹിപ്പിക്കും പോലെ നോക്കി. അവളെ കാണുന്നവരെ അവളെ തീർത്തു കളയാനാണ് തോന്നിയത്. എന്നാൽ അമ്മയ്ക്ക് വേണ്ടി തല്ലാൻ വന്ന ആദർവനെ വസിഷ്ഠനും അവന്റെ മനസ്സിളക്കിയിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്റെ കുഞ്ഞുങ്ങൾ വേദനിക്കുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അവൻ അവളുടെ ആയുസ് നീട്ടി നൽകി. മാത്രമല്ല, വിവാഹത്തിന് ശേഷമുണ്ടായ തങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഓരോ വെളിയേറ്റം പോലെ
തന്റെ മനസ്സിനെ പൊതിഞ്ഞപ്പോൾ അറിയാതെ മനസ്സ് വിറച്ചുപോയി. അതിന്റെ ബാക്കി പത്രമാണ് അവൾക്ക് തന്റെ മുൻ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. സാക്ഷി, ഞാൻ നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു തന്നല്ലോ എന്ന് കരുതി നാളെ നേരം പുലർന്ന ഉടൻ ഇവിടെ നിന്ന് ഇറങ്ങണം. എനിക്കിനി നിന്നോട് വേറെ ഒന്നും പറയാനില്ല. അവൻ എഴുന്നേറ്റു. ഹൃദയം പൊട്ടിപ്പോയി സാക്ഷിക്ക്. അവൾ അവന്റെ കാൽ ചുവട്ടിൽ വീണു. ഹർഷ, എനിക്ക് പോകാൻ ഒരിടമില്ല. പഠിക്കേണ്ട സമയത്ത് ഞാൻ പഠിച്ചില്ല. എനിക്കെന്റെ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി പോലുമില്ല. എന്റെ മക്കളെയും കൊണ്ട് ജീവിക്കാൻ എനിക്ക് വേറൊരു വഴിയുമില്ല. ഞാൻ എന്റെ അച്ഛനെയും എന്റെ കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് ഈ കാലടിയിൽ ചരണം എന്ന് കരുതി വന്നതാണ്. എന്നെ സ്വീകരിക്കണം. ഹർഷൻ അസ്വസ്ഥതയോടെ അവന്റെ കാൽ കുടഞ്ഞു. എന്നാൽ അല്പപ്രാണിയായപ്പോൾ സാക്ഷി തെറിച്ച് നിലത്തേക്ക് വീണു. അവൾ വീണ്ടും എഴുന്നേറ്റ് ഹർഷന്റെ കാൽ ചുവട്ടിൽ വീണ്ടും. ഹർഷ, ഞാൻ നിന്റെ ഭാര്യയല്ലേ? നമുക്ക് 2 കുഞ്ഞുങ്ങളില്ലേ? അത് കേട്ടപ്പോൾ ഹർഷ സഹിക്കാനായില്ല. അവൻ അവളുടെ മുടിക്കുത്ത് പിടിച്ച് വലിച്ചു പൊക്കി തന്റെ കാലടികളിൽ നിന്ന്. ഭാര്യയോ? ഇനി അങ്ങനെ ഒരു വാക്ക് നീ ഉപേണ്ടരുത്. നാളെ തന്നെ നിയമപരമായി എല്ലാ ബന്ധങ്ങളും വേർപിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം. അവൻ പല്ല് കടിച്ചു. സാക്ഷി അത് കേട്ട് ഞെട്ടിപ്പോയി. ഹർഷ. അവള് വീണ്ടും അവന്റെ കാലിലേക്ക് വീണു. ഞാൻ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുകയാണ്. എനിക്ക് ഭാര്യസ്ഥാനം വേണ്ട. എന്നെ ഒരു ജോലിക്കാരിയായി, അല്ലെങ്കിൽ വേണ്ട ഒരു വെറും അടിമ, ഒരു അടിമയായി കണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കണം. ഈ കോവിലകത്ത് എന്തുമാത്രം ജോലിക്കാരുണ്ട്. ആ കൂട്ടത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കീഴെ എന്നെ കണക്കായി എനിക്കൊരു ജീവിതം മാത്രം തരണം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ കണ്ണുകളൊന്നും തിളങ്ങി. ശരി, സമ്മതം. പക്ഷെ ഒരു നിബന്ധന. നിനക്കിവിടെ എന്റെ അടിമയെ കഴിയാൻ ഞാൻ ഒരു അവസരം തരാം. പക്ഷേ എന്റെ 2 മക്കളെ എനിക്ക് മാത്രം സ്വന്തം. അവരിൽ ഇനി മുതൽ എല്ലാ അവകാശവും എനിക്ക് മാത്രം. നീ വെറും ഡമ്മി. എന്തു പറയുന്നു? അവൻ അവളുടെ മുഖത്തെ ക്രൂരമായി നോക്കി. സാക്ഷി ഞെട്ടിപ്പോയി. അവൾ കഴിഞ്ഞ 6 വർഷങ്ങളായി മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾ അറിവച്ച സമയം മുതൽ അവരെക്കുറിച്ച് പറഞ്ഞ് ഞാന് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അവളുടെ വെറും 20 വയസ്സിൽ നൊന്ത് പ്രസവിച്ചു മുതൽ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഇതുവരെ. തന്റെ മക്കൾ ആരുടെയും മുന്നിൽ താഴ്ന്നു പോകാതിരിക്കാൻ അച്ഛന്റെയും മറ്റു ബന്ധുക്കളുടെയും കുത്തുവാക്കുകൾ കേട്ട് അവരെ പൊതിഞ്ഞു പിടിച്ച് ആണ് അവൾ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു ജോലിക്ക് പോകാനോ പഠിക്കാനോ പോലും അവൾ കുഞ്ഞുങ്ങൾ അടുത്തു നിന്ന് മാറാൻ ധൈര്യപ്പെട്ടില്ല. അവളുടെ സഹോദരിയും സഹോദരനും എത്ര കണ്ണിച്ചോരയില്ലാത്തവർ ആണെന്ന് അവൾ മനസ്സിലാക്കി 6 വർഷങ്ങൾ കൂടിയാണ് കടന്നുപോയത്. ഹർഷനായിരുന്നു തന്റെ സ്വർഗമെന്ന് ഈ 6 വർഷങ്ങൾ അവളെ പഠിപ്പിച്ചു കഴിഞ്ഞു. സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ മുത്തശ്ശിയുടെയും സുഗന്ധമ്മയുടെയും കാല് പിടിച്ചാണ് അച്ഛന്റെ കൈപ്പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി വന്നത്. എന്റെ കുഞ്ഞുങ്ങൾക്കും ഹർഷനുമൊത്ത് ജീവിക്കാൻ. എന്നാൽ ഇപ്പോൾ ഹർഷൻ എന്താണ് ഈ പറയുന്നത്? ഹർഷ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ മക്കൾ എന്റെ മാത്രം. നീ വെറും ഡമ്മി അമ്മ ആയിരുന്നോളൂ. അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാ തീരുമാനങ്ങളും ഇനി ഞാനെടുക്കും. അവരെ എന്നിൽ നിന്ന് ഒരു കാരണം കൊണ്ടും അകറ്റാനോ ഞങ്ങളെ തമ്മിൽ പിരിക്കാനോ നീ ശ്രമിക്കാൻ പാടില്ല. അവൻ വളരെ കരുതലോടെ കണക്കുകൾ കൂട്ടി പറഞ്ഞു. അവൾക്കത് കേട്ടൊന്നും മനസ്സിലായില്ല. അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അച്ഛൻ തന്നെയല്ലേ അവസാന വാക്ക്? അവളുടെ വീട്ടിൽ അങ്ങനെയാണ്. അതുകൊണ്ട് അവൾക്ക് അതിനുള്ള ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ല. അവൾ തലയാട്ടി. സമ്മതം ഹർഷ. ഹർഷൻ പുഞ്ചിരിച്ചു. ഇനി മറ്റൊന്ന്. നീ ഇന്ന് മുതൽ എന്റെ അടിമയാണ്. ഞാൻ എന്തു പറയുന്നു അത് നീ കേൾക്കണം. എന്നോട് മറു ചോദ്യങ്ങൾ പാടില്ല. ബോസ് എന്തു പറയുന്നു അത് കേൾക്കണം, അനുസരിക്കണം. സമ്മതം. 100 വട്ടം സമ്മതം. സമ്മത ഹർഷ. പാവം പെണ്ണ്. ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവൾ. ലോകം കണ്ട് തഴമ്പിച്ചിട്ടുള്ള ഓരോ വാക്കുകൾ, അതിന്റെ അർത്ഥം വല്ലതും അവൾക്ക് അറിയാമോ? അവൾ തലകുലുക്കി എല്ലാം സമ്മതം കൊടുത്തു. അവൻ ഗൂഢമായി മന്ദഹസ്തോടെ എഴുന്നേറ്റു. ശരി, നീ പോയി കുളിച്ച് വസ്ത്രം മാറ്. രാവിലെ മുതൽ അങ്ങ് നിൽക്കുകയല്ലേ? നാറുന്നു. അവൻ അറപ്പോടെ മുഖം തിരിച്ചു. സാക്ഷി വിളറിപ്പോയി. അവൾക്ക് ഒന്നിനുമുള്ള ആവതില്ലായിരുന്നു. എങ്ങനെയോ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയതാണ്. അവൾ വേഗം കുളിച്ചു മാറാനുള്ള വസ്ത്രവും എടുത്ത് കൊണ്ട് ബാത്റൂമിൽ പോയി പാതിരാത്രി എന്ന് പോലും നോക്കാതെ. എന്റെ അടിമ ഇനി മുതൽ വെറും തറയിൽ വേണം കിടക്കാൻ. ഇവിടെ. അവൻ നിന്നിരുന്ന തറയിൽ ചവിട്ടി കാണിച്ചു. അവൾ നിഷ്കളങ്കമായി തലയാട്ടി. കൈതക്കൽ പ്രബലചന്ദ്രന്റെ രാജകുമാരി ഇനി എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം, ഹർഷൻ മനസ്സിൽ പറഞ്ഞു. അവൾ ഇത്രയും കാലം അനുഭവിച്ച വേദനകളെ കുറിച്ച് ഒരു ധാരണയുമില്ലാതെ അർദ്ധരാത്രി 2 മണിക്ക് കുളിച്ച് തണുത്തു വിറച്ച് സാക്ഷി പുറത്തിറങ്ങുമ്പോൾ കണ്ടു ഹർഷൻ അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഒക്കെ മാറി ഒരു കറുത്ത കൈയില്ലാത്ത ടീഷർട്ടും ബോക്സറും മാത്രം ധരിച്ചു നിൽക്കുന്നത്. ഇറുകിയ ടീഷർട്ടിനുള്ളിൽ അവന്റെ മസിലുകൾ നിറഞ്ഞ ബലിഷ്ഠമായ ശരീരം, നീണ്ട മുടി മുകളിലേക്ക് ചുരുട്ടിക്കെട്ടി വെച്ചുകൊണ്ട് നിൽക്കുകയാണവൻ. അവൾ അറിയാതെ ചുവരിൽ ഫോട്ടോയിൽ കാണുന്ന ഹർഷനെ നോക്കി. ശരിക്കും 2 പേരെ പോലെ. പഴയ ഹർഷൻ മെലിഞ്ഞു പയ്യനായിരുന്നു.
അവൻ അവൾക്ക് ഒരു നല്ല കൂട്ടുകാരനായിരുന്നു. അവൾക്ക് അവനോട് ഇടപെടാനും കൊഞ്ചാനും ദേഷ്യപ്പെടാനും ഒന്നും തടസ്സങ്ങളില്ലായിരുന്നു. എന്നാൽ ഈ കാണുന്ന വ്യക്തി ശരിക്കും നോക്കാൻ തന്നെ കഴിയുന്നില്ല. ഈ മുഖത്ത് നോക്കുമ്പോൾ ശരീരം വല്ലാതെ വിറയ്ക്കുന്നു. പക്ഷേ കൗമാരത്തിൽ എപ്പോഴൊക്കെയോ ഭാവി ഭർത്താവ് എന്ന് ചിന്തിക്കുമ്പോൾ തെളിഞ്ഞിരുന്ന പൗരുഷമായിരുന്ന രൂപം, അതാണ് ഈ ഹർഷൻ. അറിയാതെ അവൾക്ക് അവന്റെ ഈ രൂപത്തോട് സ്നേഹം തോന്നിപ്പോയി. ഒന്നുമില്ലെങ്കിലും അവൻ തന്നെ അടിമയായിട്ടെങ്കിലും സ്വീകരിച്ചല്ലോ. അവൾ അങ്ങനെ ഓർത്തുകൊണ്ട് നിന്നു. അവൾ തന്നെ നോക്കി നിൽക്കുന്ന ഹർഷൻ അറിയുന്നുണ്ടായിരുന്നു. തന്റെ മനസ്സ് പതറിയതുപോലെ അവളുടെ മനസ്സും പതറി കാണുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. നിനക്ക് ഞാൻ അങ്ങനൊരു ശിക്ഷയും കൂടി തരാം. നീ എന്നെ നോക്കി നിൽക്കുകയേ ഉള്ളൂ. എന്റെ വിരൽ തുമ്പ് പോലും നിന്നെ ഇനി തൊടില്ല. അവൻ മനസ്സിൽ പകയോട് ചിന്തിച്ചു. അവൻ വേഗം തിരിഞ്ഞ് സോഫയിൽ തന്നെ ഇരുന്ന് ധരിച്ചിരിക്കുന്ന ബോക്സറിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ചുണ്ടിൽ കൂടി വലിച്ച് മൂട്ടിൽ കൂടി വിട്ടു. സാക്ഷി ഞെട്ടിപ്പോയി. ഹർഷ, ഇതൊക്കെ എപ്പോ തുടങ്ങി? അവൾ ചോദിച്ചു പോയി. അവൾക്ക് ഇതിന്റെ മണം ഇഷ്ടമല്ല എന്ന് ഹർഷൻ അറിയാവുന്നതാണ്. ബോസിനെ ചോദ്യം ചെയ്യരുത്. അവൻ മിണ്ടരുതെന്ന ചുണ്ടിൽ വിരൽ വെച്ച് ആംഗ്യം കാട്ടി. സാക്ഷി ഭയം തലയാട്ടി. എന്നാൽ കിടക്ക്. വെറും തറയിൽ അവൻ കൈ ചൂണ്ടി. അവൾ വേഗം തറയിലേക്കിരുന്നു. എന്തുകൊണ്ടോ അവൾക്ക് അവന്റെ മുന്നിൽ കിടക്കാൻ തോന്നിയില്ല. അവൻ ആ സിഗരറ്റ് വലിച്ചു തീരും വരെ അവളുടെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. അവളും അവനെ തന്നെ നോക്കി അവളുടെ സ്വന്തം കാൽമുട്ടിൽ കൈകെട്ടിയിരുന്നു. അല്പസമയം അങ്ങനെ കടന്നുപോയി. അവൻ എഴുന്നേറ്റു. ബാത്റൂമിൽ പോയി. സാക്ഷി മെല്ലെ വെറും നിലത്തേക്ക് കിടന്നു. മാനസിക ദുഃഖം കൊണ്ടോ ആശ്വാസം കൊണ്ടോ തളർച്ച കൊണ്ടോ അവളുടെ കണ്ണുകൾ തനിയെ അടഞ്ഞുപോയി. പിറ്റേ നേരം പുലർന്നപ്പോൾ സാക്ഷി കണ്ണു തുറക്കാൻ വയ്യ. ശരീരമാകെ ഇടിച്ചു നുറുക്കിയ പോലെ. അവൾ ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അർദ്ധരാത്രി കുളിച്ചതും AC റൂമിൽ വെറും നിലത്ത് കിടന്നതും മാനസിക സമ്മർദ്ദവും എല്ലാം കൂടി അവളുടെ ആരോഗ്യം ഇല്ലാതാക്കി. ശരീരത്തിൽ നിന്നും ചൂട് പൊങ്ങി. പനിയുടെ തളർച്ച അവളെ കീഴടക്കി. കണ്ണുകൾ തുറക്കാൻ ആകാതെ അവൾ വിറച്ചുകൊണ്ട് കിടന്നു. ഹർഷൻ ഉറന്നു എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച അതായിരുന്നു. അവൻ ഒരു നിമിഷം നിശബ്ദനായി. അവളുടെ അവസ്ഥ അത്ര ദയനീയമായിരുന്നു. നാശം പിടിക്കാൻ. അവൻ വേഗം ഫോണെടുത്ത് ദീപുവിനെ വിളിച്ചു. ഇന്നലെ വന്നപാടെ ജെറ്റ് ലാഗ് ഉണ്ട് എന്ന് പറഞ്ഞ് കിടന്നവനാണ്. രണ്ടാമത്തെ റിങ് ദീപ് ഫോൺ എടുത്തു. കാര്യം പറഞ്ഞ ശേഷം അവൻ പറഞ്ഞു, നീ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വാ. ഇന്ദു ചേച്ചി വിളിക്കണ്ട. ചേച്ചി പടി കയറാൻ പറ്റില്ല. മറ്റാരെങ്കിലും. ഹർഷൻ പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ സുഗന്ധയും ജഗവതി വർമ്മയും അടക്കം ഒരു പട തന്നെ ഹർഷന്റെ മുറിയിൽ ഹാജരായി. സാക്ഷിയുടെ അവസ്ഥ കണ്ട് അവർ ഞെട്ടി. ഈ കുട്ടി ഇന്നലെ ഈ വെറും നേരത്താണോ കിടന്നത്? ജഗവതി വർമ്മ അതിശയത്തോട് ചോദിച്ചു. എന്റെ ജോലിക്കാര് പിന്നെ എന്റെ കൂടെ കട്ടിലാണ് കിടക്കണ? ഹർഷൻ ചോദിച്ചത് കേട്ട് എല്ലാവരും ഞെട്ടി. ഹർഷ, നിന്റെ പ്രവൃത്തികൾ അതിൽ കടക്കുന്നു. സുഗന്ധ അവന് നേരെ വിരൽ ചൂണ്ടി. ഒരു താക്കീതെന്നോ? ശരി, ഞാൻ എന്നാൽ പോയേക്കാം. ഞാൻ എന്തിനു വീണ്ടും ഇവിടേക്ക് വന്നു എന്ന് പോലും ഞാൻ ആലോചിച്ചു പോവുകയാണ്. പല്ല് കടിച്ചുകൊണ്ട് ഹർഷൻ പറഞ്ഞു. അവന് ശരിക്കും മടുത്തുപോയിരുന്നു. ഇവിടെ മടങ്ങിയെത്തിയ തന്നെ ചതിയിലൂടെയാണ്. അതുകൊണ്ട് തന്റെ മക്കളെ തനിക്ക് തിരികെ കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അവൻ ഓർത്തു. അത് കേട്ടതോടെ വന്നവരെല്ലാം നിശബ്ദരായി. വീണ്ടും ഒരിക്കൽ കൂടി സാക്ഷിയും കൊണ്ട് അവർ ആശുപത്രിയിൽ പോയി. അരുണും പ്രസാദും മടുത്തുപോയി. അവർ ജോലി ചെയ്യുന്ന ആശുപത്രിയാണ്. അവിടെയുള്ള സ്റ്റാഫ് മൂക്കത്ത് വിരൽ വെക്കുകയാണ്. അരുണും പ്രസാദും കൂടി അവരുടെ ഹോൾഡ് ഉപയോഗിച്ചാണ് കാര്യങ്ങൾ രഹസ്യമായി മുന്നോട്ട് നീക്കുന്നത്. ഈ കുട്ടി ആരാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ഇന്റേണൽ മെഡിസിൻ ചീഫായ ഡോക്ടർ സുധാകരൻ ഒടുവിൽ അരുണിനോട് നേരിട്ട് തന്നെ ചോദിച്ചു. ഈ കുട്ടി അല്പം മാനസിക രോഗമുണ്ട്. എന്റെ സഹോദരിയുടെ മരുമകളാണ്. ഹർഷന്റെ അമ്മാവൻ കൃഷ്ണകുമാർ വർമ്മ അവിടെ വന്നുകൊണ്ട് പറഞ്ഞു. സീനിയർ ഡോക്ടറായ കൃഷ്ണകുമാർ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ സുധാകരൻ അടങ്ങി. എന്നാൽ അരുണിന് ഈ കുടുംബത്തെ തന്നെ പരമപുച്ഛം തോന്നി. അവൻ എല്ലാം അയാളെ ഏൽപ്പിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ വരൂ. അവൻ ലക്ഷ്മിയെ വിളിച്ചു ദേഷ്യപ്പെട്ടു. അതോടെ കരച്ചിലായ ലക്ഷ്മി അരുണിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അരുൺ പിണങ്ങിയ ലക്ഷ്മി സഹിക്കില്ല. അങ്ങനെ തറവാട്ടിലാകെ താൻ കാരണം അശാന്തി പടരുന്ന സാക്ഷി വേദനയോട് തിരിച്ചറിഞ്ഞു. ഹർഷൻ അവളെ ശ്രദ്ധിക്കുക പോലും ഇല്ല. താരം കിട്ടുമ്പോഴെല്ലാം അവൻ അവളെ അവഗണിക്കുന്നതായി അവളെ അറിയിക്കാൻ വേണ്ടി കുത്തുവാക്കൾ പറയുകയും ചെയ്യും. എന്നാൽ അവൻ സ്വന്തം കുഞ്ഞുങ്ങളെയായി ഒരുപാട് സന്തോഷിച്ചു. സാക്ഷിക്ക് വേണ്ടി അവൻ ചെയ്ത ഏക പരിഗണന അവളെ സോഫയിൽ കിടക്കാനുള്ള അനുമതി കൊടുത്താണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൻ യാത്ര പോയി. അമ്മയെ ആദ്യമായി പിരിഞ്ഞ ദുഃഖം അവർ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും അവളുടെ ജ്ഞാനയുടെ സ്നേഹത്തിൽ അലിഞ്ഞില്ലാതെയായി. സാക്ഷി മക്കളെ ആദ്യമായി പിരിഞ്ഞിരുന്നപ്പോൾ പിടഞ്ഞുപോയി. അവൾ ഹർഷനോട് എതിർത്തു.
അപ്പോഴാണ് അവൻ ആദ്യം തന്നോട് വാങ്ങിയ വാക്ക് എന്തിനായിരുന്നു എന്ന് അവൾക്ക് ബോധ്യമായത്. കുഞ്ഞുങ്ങൾ അവന്റേതാണ്, അവൾ വെറും ഡമ്മി, അവൾക്ക് യാതൊരു അവകാശവുമില്ല. ആദ്യമൊക്കെ സ്നേഹം കാട്ടിയ മറ്റു ബന്ധുക്കൾ രാധിക അമ്മായിയുടെ ഉപദേശം കേട്ട് സാക്ഷിയെ വെറുക്കാൻ തുടങ്ങി. ഹർഷന് ഇല്ലാത്ത സ്നേഹം കരുതലും അവൾക്ക് എന്തിന്? മാത്രവുമല്ല, അവൾ വെറും അടിമയാണെന്ന് എത്ര വട്ടം ഹർഷൻ അലറി പറയുന്നു അവർ കേട്ടിരിക്കുന്നു. അവൾക്ക് ആകെ ഈ കുടുംബത്തിൽ ആശ്വാസം മുത്തശ്ശിയും ഹർഷന്റെ അമ്മയും ഇന്ദുവും ദുർഗയും ശരണയും ലക്ഷ്മിയും മാത്രമായിരുന്നു. ലക്ഷ്മിക്ക് സാക്ഷിയെ വിരോധമുണ്ടായിരുന്നുവെങ്കിലും അരുൺ അവൾക്ക് പിന്തുണ ഉണ്ടെന്ന് മനസ്സിലാക്കി ലക്ഷ്മി അവളെ അംഗീകരിച്ചു. എന്നാൽ ആർക്കും ഹർഷനോട് സാക്ഷിക്ക് വേണ്ടി സംസാരിക്കാൻ ധൈര്യമില്ലായിരുന്നു. അവൻ വീണ്ടും എല്ലാവരെയും ഉപേക്ഷിച്ചു പോകുമോ എന്ന് അവർ ഭയന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സാക്ഷിയുടെ ദിനങ്ങൾ കരിന്തിരി കത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതുവരെ ആദറും വസിഷ്ഠനും സാക്ഷിയുടെ അച്ഛന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പഠനം മുന്നോട്ട് പോകേണ്ടെന്ന് അവൾ ഒടുവിൽ ഹർഷനോട് ചോദിച്ചു. അവൻ ഒരുപാട് സമയം ആലോചിച്ച ശേഷം ദീപുവിനോട് അവർക്ക് വേണ്ടി പാസ്പോർട്ട് അപേക്ഷിക്കാൻ പറഞ്ഞു. അവളുടെ വിദ്യാഭ്യാസം സ്വിറ്റ്സർലാൻഡിൽ തുടരാം. ഹർഷനും അവന്റെ ജോലി ഉപേക്ഷിച്ച് അധിക നാൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല. സാക്ഷി മനസ്സുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. ഈ കോവിലകത്ത് നിന്ന് മാറി താനും ഹർഷനും കുഞ്ഞുങ്ങളുമായി മാത്രം ജീവിക്കുമ്പോൾ ഹർഷൻ മെല്ലെ തന്നെ അംഗീകരിച്ചു തുടങ്ങും എന്ന് അവൾ പ്രതീക്ഷിച്ചു. അടുത്ത ഒരു ദിവസം തന്നെ താൽക്കാലിക പാസ്പോർട്ട് എടുക്കാൻ അവർ ഡേറ്റ് അനുവദിച്ചു കിട്ടി. സാക്ഷി അവളുടെ സർട്ടിഫിക്കറ്റുകൾ മറ്റു രേഖകളും തയ്യാറാക്കി വെച്ചു. അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ. സാക്ഷി, അത് പിന്നെ തനിക്ക് വേണ്ടി പാസ്പോർട്ട് അപേക്ഷിച്ചിട്ടില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി എന്ന് ഹർഷൻ പറഞ്ഞേ. ദീപു സാക്ഷിയുടെ മുഖത്ത് നോക്കാനാവാതെ നിന്നു. എപ്പോഴാണ് പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ടത്, എന്തൊക്കെ രേഖകൾ എടുക്കണം എന്ന് വേണ്ടി അറിയാൻ വേണ്ടി ദീപുവിനോട് ചോദിക്കാൻ വന്നാണ് സാക്ഷി. ദീപുവിന്റെ വാക്കുകൾ കേട്ട് അവളുടെ കയ്യിലിരുന്ന കടലാസുകൾ താഴെ വീണു. മക്കളെ മാത്രമേ കൊണ്ടുപോവുകയുള്ളോ? അവൾ വിശ്വാസം വരാതെ വീണ്ടും ദീപുവിനോട് ചോദിച്ചു. അവളോട് എന്തു പറയണമെന്ന് അറിയാതെ ദീപു വിഷമിച്ചു. സാക്ഷി, നീ ധൈര്യമായിരിക്കണം, ഞാൻ ഹർഷനോട് സംസാരിക്കാം. പ്രയോജനം ഉണ്ടാകില്ല എന്നറിയാമെങ്കിലും വെറുതെ ദീപു പറഞ്ഞു. ഇന്നലെ അവൾക്ക് വേണ്ടി സപ്പോർട്ട് എടുക്കേണ്ട എന്ന് ഹർഷൻ തീർത്തു പറഞ്ഞതാണ്. ദീപു ഇന്നലെ തന്നെ ഹർഷനോട് ഒരുപാട് കെഞ്ചി സാക്ഷിക്ക് വേണ്ടി. പക്ഷേ മക്കളെന്നെ കാണാതെ ഇരിക്കില്ല ദീപു, അവർക്ക് ഞാൻ ഇല്ലാതെ പറ്റില്ല. സാക്ഷി വിറയുള്ള അത്രയും പറഞ്ഞു. എന്നാര് പറഞ്ഞു? ഹർഷന്റെ ഒച്ച കേട്ട് സാക്ഷി തിരിഞ്ഞു നോക്കി. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പുച്ഛത്തോടെ നോക്കി. കഴിഞ്ഞ ഒരു മാസമായി അവർ എന്നോടൊപ്പമാണ് അധിക നേരവും. നിന്നെ കാണാതെ അവർ എത്ര ദിവസം എന്നോടൊപ്പം യാത്ര ചെയ്തു. ഞാൻ അവർക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. നീ എന്റെ അടിമയല്ലേ, നിനക്ക് എന്റെ മക്കളുടെ കാര്യം അധികം ആവലാതി വേണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് ഹർഷൻ മുറിയിലേക്ക് കടന്നു. സാക്ഷി തറഞ്ഞു പോയി.